ഇന്നത്തെ ദിവസം മഷ്റൂമും സ്പിനാച്ചും കൊണ്ട് ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കോമൺ റെസിപ്പി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഫ്രണ്ട്സിന് ഈ ഡിഷ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവരാണ് എന്നോട് റെസിപ്പി ചോദിച്ചത്. എന്നാൽ അവർക്കും ഇതറിയാത്തവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുവാണ്. മഷ്റൂം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ച് മാറ്റിയെടുക്കാം. ചെറുതിൽ ആരോ പറഞ്ഞ് കേട്ടതാണ് കേട്ടോ, ചില മഷ്റൂമൊക്കെ വിഷമുള്ളതാണെന്നും അത് കഴിച്ചാൽ മരിച്ചു പോകുന്നൊക്കെ. ഒരു പ്രായം വരെ ഞാൻ ആ മരണഭീതി കാരണം മഷ്റൂം തന്നെ കഴിക്കത്തില്ലായിരുന്നു. സ്വന്തമായിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മഷ്റൂം എൻ്റെ ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ തന്നെ. സ്പിനച്ച് നമുക്ക് കുനുകുനാന്നരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ ബോയിൽഡ് ആയതിനു ശേഷം തണുപ്പിച്ച് മാറ്റി വെച്ച മഷ്റൂം നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞു വെക്കാം. വേറെ നമുക്ക് വേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്നോ, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലയും. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. ഇനി മഷ്റൂം ആഡ് ചെയ്യേണ്ട ടൈമാണ്. മഷ്റൂം ആഡ് ചെയ്ത് കൂടെ തന്നെ നമുക്ക് സ്പിനാച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഷ്റൂം ഓൾറെഡി വേവിച്ചതായത് കൊണ്ടും പിന്നെ സ്പിനാച്ച് വേകാനായിട്ട് അധികം ടൈം വേണ്ടാത്തത് കൊണ്ടും ഒന്ന് ഇളക്കിയെടുത്ത് 2 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേക്കും സംഭവം റെഡിയായി കിട്ടും. ഇതിലോട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് തന്നെയാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ്. പിന്നെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുമ്പോൾ സംഭവം റെഡിയാകും. എന്താ ഈസി അല്ലേ ഇതുണ്ടാക്കാനായിട്ട്? എന്നാൽ നിങ്ങളും ട്രൈ ചെയ്യണേ. ബൈ.